കൊല്ലം ചക്കുവള്ളിയിൽ വാഹനത്തിൽ യുവാക്കളുടെ അതിരുവിത്ത ആഘോഷത്തിൽ കസ്റ്റഡിയിലെടുത്ത വാഹനം വിട്ടു നൽകി പോലീസ്. CPIM നേതാവിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ശൂരനാട് പോലീസ് വാഹനം വിട്ടു നൽകിയത്. അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. അരുൺരാജ്, ഗുഡ് ഈവനിങ്. നമ്മുടെ വിമൻസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. ആദ്യം അത് കഴിഞ്ഞ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ഇതിങ്ങനെ ഒരു ഇടപെടൽ വന്നിട്ടാണോ വാഹനം വിട്ടു നൽകിയത്? എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കൊല്ലം ചക്കുവള്ളിയിലാണ് ഈ യുവാക്കൾ ടൂറിന് പോകുന്നതിന് മുമ്പായി വാഹനം ഉപയോഗിച്ച് നടു റോഡിൽ വലിയ അഭ്യാസ പ്രകടനം നടത്തിയത്. ഇതേ തുടർന്ന് പോലീസ് ഉടനടി നടപടിയെടുത്തു. വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ CPIM നേതാവ് ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ച് ഈ വാഹനം വിട്ടു നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ യുവാക്കൾക്ക് ഈ വാഹനം വിട്ടു നൽകി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഈ വാഹനം ഇറങ്ങിയപ്പോഴും യുവാക്കൾ വാഹനത്തിലും മറ്റു വാഹനങ്ങളിലുമായി വലിയ രീതിയിൽ കാതറപ്പിക്കുന്ന രീതിയിൽ ശബ്ദകോലാഹലങ്ങളുമായി തെരുവിലടക്കം വലിയ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. അതിന്റെ ദൃശ്യങ്ങൾ കൂടി യുവാക്കൾ പോലീസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് അടക്കം ഇപ്പോൾ നിസ്സഹായാവസ്ഥയിലാണ്. കാരണം പോലീസ് ആദ്യഘട്ടത്തിൽ നടപടിയെടുത്തു, തൊട്ടു പിന്നാലെ ഫോൺ വിളി എത്തുന്നു, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു. ആ ഇടപെടലിനെ തുടർന്ന് വാഹനം വിട്ടു നൽകേണ്ട അവസ്ഥ വരെ പോലീസിന് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ നാട്ടുകാരിലടക്കം വലിയ പരാതിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഇപ്പോൾ നാട്ടുകാർ തന്നെ മുന്നോട്ട് വെക്കുകയാണ്. സ്മിത. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. പാർട്ടി നേതാവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ആ വാഹനം വിട്ടു നൽകേണ്ടി വന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം.